പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജനുവരി മാസം 30 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? അതിന് നമുക്ക് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താലോ? കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനോട് പറ, കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം അത്ഭുതമായി നടത്തിയതോർത്ത് സ്തോത്രം. ഒന്നോർത്ത് നോക്കിക്കേ നിങ്ങളുടെ കഴിഞ്ഞ പകൽക്കാലത്തെ. എന്നിട്ട് കർത്താവിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സ്തോത്രം ചെയ്താണ്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ? കരം ഉയർത്തിപ്പിടിച്ചിട്ട് പറ, കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈ പിടിച്ച് നടത്തുന്നത് ഓർത്ത് ആത്മാവിൽ കണ്ടുകൊണ്ട്, വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് കർത്താവിന് സ്തോത്രം പറയും. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ കൈ പിടിച്ച് നടത്തുന്നത് വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് കർത്താവിനോട് പറ, താങ്ക് യു ലോർഡ്. അങ്ങനെ കൈ പിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ നന്ദി, അങ്ങയുടെ കരുണ ഓർക്കുമ്പോൾ നന്ദി, അങ്ങയുടെ കൃപയോർക്കുമ്പോൾ നന്ദി. കർത്താവേ, സങ്കീർത്തനക്കാരൻ പറയുക, ആമേൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, തന്നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, കർത്താവിൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പീൻ, കർത്താവിന് പാടുവീൻ, കീർത്തനം പാടുവീൻ, കർത്താവിൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പീൻ. നമുക്ക് ഈ പ്രഭാതി കേട്ടിരിക്കുന്ന ഈ നല്ല സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിയാട്ട്. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയങ്ങളിൽ ഇരുന്നു കൊണ്ട്, പല സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ കൃപ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അവർ ഓരോരുത്തരും ആത്മാവിൽ നിറയട്ടെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മാളിക മുറിയിൽ ആമേൻ അന്ന് അങ്ങയുടെ ശിഷ്യന്മാർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരെ നിറച്ചതുപോലെ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ കൂടിയിരിക്കുന്ന സ്ഥലം ഒരു മാളിക മുറിയുടെ അനുഭവമായി മാറട്ടെ. ഓരോരുത്തരുടെ മേലും ആത്മശക്തി വ്യാപരിക്കട്ടെ, ആത്മാവിൻ്റെ നിറവ് വ്യാപരിക്കട്ടെ, പുതുകൃപകൾ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും ആത്മാവിൽ നിറയാത്ത എല്ലാവരും യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ആമേൻ, ആമേൻ. ആത്മാവിൻ്റെ അനുഭവങ്ങൾ അവരിൽ ഉണ്ടാകട്ടെ. അത്ഭുതകരമായ ആത്മപകർച്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങനെ ആത്മശക്തിയാൽ തന്നെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ പ്രഭാതത്തിൽ എല്ലാ പൈശാചിക മണ്ഡലങ്ങളും തകരട്ടെ. നിന്റെ കുഞ്ഞുങ്ങളെ ബന്ധിച്ചിരിക്കുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. രോഗികൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണമായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പെടാനുള്ള സൗഖ്യം ഇപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കട്ടെ. പ്രത്യേകിച്ച് തലയോടുള്ള ബന്ധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, തലച്ചോറിനോടുള്ള ബന്ധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വയറിനകത്തുള്ള ഇൻഫെക്ഷനുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ വിടുതൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ആമേൻ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, എല്ലാവരും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവിക വിടുതലിനെ അയച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ആത്മപകർച്ച അയക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. അതുകൂടാതെ കർത്താവെ, നാളത്തെ സഭായോഗത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമായി തീരുന്നതിന് നന്ദി. സകല മഹത്വവും പുകഴ്ച അപേക്ഷിക്കുക യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. തക്ക സമയത്ത് നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യുകയും പങ്കെടുക്കുകയും ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. രണ്ടാമത്തെ കാര്യം, ശനിയാഴ്ച നമുക്ക് 1-ാം തീയതി ആയതുകൊണ്ട്
1-ാം തീയതി നമുക്ക് സ്തോത്ര പ്രാർത്ഥനയുണ്ട്. പുതുമാസം പ്രാർത്ഥിച്ചു തുടങ്ങുവാനായിട്ട് നമ്മൾ 1-ാം തീയതി ആഗ്രഹിക്കുന്നു. 2, 3, 4 ഉപവാസ പ്രാർത്ഥനയാണ്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. കർത്താവ് അതിനായിട്ട് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നതായ സന്ദേശമെന്ന് പറയുന്നത് 95-ാം സങ്കീർത്തനം. ആമേൻ. അതിൻ്റെ 97-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. യഹോവയുടെ സന്നിധിയിൽ, സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകും. ദൈവ സാന്നിധ്യത്തിനകത്ത് എപ്പോഴും ആ അത്ഭുതങ്ങൾ നടക്കും. ദൈവ സാന്നിധ്യത്തിനകത്ത് നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്തതായ അത്ഭുതങ്ങൾ നടക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്താഗ്രഹിക്കണം? കർത്താവിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കണം. മോശ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ സാന്നിധ്യമില്ല എങ്കിൽ എന്നെ അയക്കരുതേ എന്ന ആര് പറഞ്ഞത്? മോശ പറഞ്ഞത്. കാരണം ദൈവ സാന്നിധ്യമാണ് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഇനിയിപ്പം നമ്മുടെ ജോലി എന്നാ? ആ സാന്നിധ്യത്തെ അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്തു ചെയ്യണം? സാന്നിധ്യത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ. അതിനാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ വീഞ്ഞു കുടിച്ചു മത്തരാകരുത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവ് നിറഞ്ഞവരായി, ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മളെപ്പോഴും ആയിരിക്കുക. അതിനെന്നാ ചെയ്യണം? നമ്മളെപ്പോഴും നമ്മുടെ അധരം തുറന്ന് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. അപ്പോൾ ഒരു ആരാധന നമ്മുടെ മനസ്സിൽ, നമ്മൾ സാധാരണ ആരാധന എന്ന് പറയുന്നത് നമ്മളൊരു മീറ്റിങ്ങിന് കൂടുമ്പോഴാണ് ആരാധന. അങ്ങനെയല്ല, നമ്മുടെ ലൈഫ് എപ്പോഴും ഒരു വർഷിപ്പ് മോഡിൽ പോകണം. എപ്പോഴും ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു ആരാധനയുടെ അനുഭവത്തിൽ, അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അത്ഭുതകരമായ ദൈവിക പ്രവൃത്തികൾ നടക്കുന്നത്. അതോർത്ത് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് ഈ ദിവസങ്ങളിൽ നമ്മൾ ആ ഒരു ബോധത്തോടുകൂടെ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ജീവിക്കുമ്പോൾ ദൈവിക അത്ഭുതങ്ങളിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയും. ആമേൻ. ദൈവ സാന്നിധ്യം പർവ്വതങ്ങളെ മെഴുകുപോലെ ഉരുക്കി കളയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തകർത്തെറിയുവാൻ, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് പുറത്തു വരുവാൻ നമുക്കുള്ള ഏറ്റവും എളുപ്പ വഴി എന്തുവാ? ആ സാന്നിധ്യത്തിനകത്ത് ജീവിക്കുക. ആ സാന്നിധ്യം ഇനിയും എന്നാ ചെയ്യേണ്ടത്? ആ സാന്നിധ്യ ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. ആ സാന്നിധ്യ ബോധം എങ്ങനെ വരും? നമ്മളെപ്പോഴും അക്നോളജ് ചെയ്യുക, കർത്താവിൻ്റെ കൂടെയുണ്ട്. ഒന്ന് ഓർത്ത് നോക്കി, അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുന്നു. അവർ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക. അവരെ വേദോസം ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെയുള്ള അവരെക്കുറിച്ചുള്ള കൽപ്പന കട്ടിയുള്ളതായതുകൊണ്ട് അകത്തെ തടവിലാക്കി അവരുടെ കാലാമത്തിലിട്ട് പൂട്ടി. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 24-ാമത്തെ വാക്യം. പക്ഷേ 25-ാമത്തെ വാക്യം പറയുക, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അവരെന്നാ ചെയ്ത്? അവർ അർദ്ധരാത്രി ആയപ്പോൾ കാരാഗ്രഹമാണെന്നോ അല്ലെങ്കിൽ അവർ ബന്ധനത്തിലാണെന്നോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അവരുടെ ദൈവത്തെ സ്തുതിച്ചു. കാരണം അവർ ആ സാന്നിധ്യത്തെ അവർ അനുഭവിക്കുക. അവർക്കറിയാം, അത് കാരാഗ്രഹത്തിലാണെങ്കിലും പൊട്ടക്കിണറ്റിലാണെങ്കിലും പത്മോസിലാണെങ്കിലും ഏത് ജീവിത അനുഭവത്തിലാണെങ്കിലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ലെന്ന് പറഞ്ഞ കർത്താവ് അവരുടെ കൂടെ ഇരിക്കുക. അപ്പോൾ ആ സാന്നിധ്യം അവർക്ക് ബോധ്യം വന്നപ്പോൾ അവർ പാടി, അവർ പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു എന്നാണ് പറഞ്ഞത്. കാരാഗ്രഹത്തിന് നടുവിൽ, കഷ്ടതയുടെ നടുവിൽ അവരെന്ത് ചെയ്തു? ദൈവത്തെ പാടി സ്തുതിച്ചു. ദിവസം പറയുക, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം എന്ന് വെച്ചാൽ അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചെങ്ങല ആരും അഴിച്ചു കളഞ്ഞില്ല, തന്നെ അഴിഞ്ഞു വീണു. പർവ്വതങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ മെഴുകുപോലെ ഉരുകിപ്പോയെങ്കിൽ ദൈവ സാന്നിധ്യം വന്നപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി. അതുമാത്രമല്ല, കൈകളിൽ കിടന്ന ചെങ്ങലകൾ തന്നെ അഴിഞ്ഞുപോയി. ഇതാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കണം, കർത്താവേ എനിക്ക് അത് തരണേ, ഇത് തരണേ എന്ന് പറയുന്നതിനേക്കാൾ നല്ലതാണ്, കർത്താവേ എനിക്ക് ദൈവ സാന്നിധ്യം തരണമേ എന്ന് പറയണം.
ആമേൻ. ഇന്നലത്തെ മീറ്റിങ്ങിൽ പറഞ്ഞില്ലേ, ഒബേദ് എദോമിൻ്റെ ഭവനത്തിൽ പെട്ടകം കൊണ്ടുവച്ചപ്പോൾ ഒബേദ് എദോമിനെയും അവനുള്ള സകലത്തെയും അവൻ്റെ കുടുംബക്കാരെയും കർത്താവ് അനുഗ്രഹിച്ചു. കാരണം സാന്നിധ്യം ഇരുന്നിടത്ത് അനുഗ്രഹം വെളിപ്പെട്ടു. അവൻ അപ്പോസ്തലൻ പ്രവൃത്തി പറയുന്നു, സാന്നിധ്യം ഇരുന്നിടത്ത് വിടുതൽ വെളിപ്പെട്ടു. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ നമ്മൾ ബൈബിളിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എന്താ ആഗ്രഹിക്കേണ്ടത്? സാന്നിധ്യമാണ് ആഗ്രഹിക്കേണ്ടത്. അവൻ സാന്നിധ്യം ആഗ്രഹിച്ചിട്ട് ആ സാന്നിധ്യത്തിൽ ജീവിക്കണം. അപ്പോൾ എന്താ ചെയ്യണം? എഫേസ്യ ലേഖനം അവൻ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ച് പാടി വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട്, അയ്യോ ആകുലതകളെല്ലാം കളഞ്ഞിട്ട്, മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം, പിറുപിറുപ്പ്, ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ദൈവത്തിന് മഹിമ കൊടുത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ. അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ്. ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് ഒരുങ്ങുക. വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തിയിട്ട് പറയാം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു വരികയും വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. കർത്താവെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. അതിൽ പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക. ഏറ്റവും വലുതായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം യേശുവിൻ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലസ് യു.